ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിയമങ്ങൾ എന്തിനാണ്? മനുഷ്യൻ്റെ സുഖമായ ഗമനത്തിനാണ്. രണ്ടു തരം നിയമങ്ങളുണ്ട്. ഒന്ന് ദൈവം നൽകിയത്, രണ്ട് മനുഷ്യനിർമ്മിതം. ഉദാഹരണത്തിന് റോഡിലെ നിയമങ്ങൾ എടുത്താൽ, ഇന്ത്യയിൽ ഞാൻ വണ്ടി ഓടിച്ചത് ഇടതുവശം ചേർന്നാണ്. എന്നാൽ അമേരിക്കയിൽ ചെന്നപ്പോൾ കണ്ടത് വലതുവശം ചേർന്നാണ്. ഞാൻ പഠിച്ചതും അഭ്യസിച്ചതും ഇടതുവശം ചേർന്നാണ് എന്ന് പറഞ്ഞ് അവിടെയുള്ളവരെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ബുദ്ധിയാണോ? എന്തായിരിക്കും അനുഭവം? അവരവർ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ നിയമം പാലിക്കണ്ടേ? അതുകൊണ്ടാണ് കാരണവന്മാർ ചൊല്ലിത്തന്നത്, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുമുറി തന്നെ തിന്നണം. പഴഞ്ചൊല്ലാണിത്. ഇന്നലെ പുതുവർഷ പിറവിയായിരുന്നല്ലോ, ചേലാകർമ്മ പെരുന്നാളും കപ്പദോക്യൻ പിതാക്കന്മാർ ഓർമ്മയും. പഴയ നിയമവായനയിൽ 1 ആവർത്തനം 10-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ കർത്താവിൻ്റെ കൽപ്പന പാലിക്കുന്നതാണ് അവനോട് ചെയ്യുന്ന നീതി എന്ന് പറയുന്നു. ദൈവത്തിന് നാം ഒന്നും ചെയ്തു കൊടുത്ത് സഹായിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മറ്റു മനുഷ്യർക്കും സർവ്വചരാചരങ്ങൾക്കും കേടുകൂടാതിരിക്കേണ്ടതിന് നാം അവൻ കൽപ്പിക്കുന്നത് പോലെ ചെയ്യണം, നിയമങ്ങൾ പാലിക്കണം. അത് ചെയ്യാത്തവരോട് കൽപ്പിക്കുന്നു, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുകയും ഇനി നിങ്ങൾ ദുശ്ശാഠ്യമുള്ളവരാകരുത്. 10:16. അതുകൊണ്ടാണ് കർത്താവ് കൽപ്പിച്ചത് ശാബത്ത് മനുഷ്യന് വേണ്ടിയാണ് എന്ന്. 6 ദിവസത്തെ വേലയ്ക്ക് ശേഷം 7-ാം ദിവസം സ്വസ്ഥത മനുഷ്യൻ്റെ ആരോഗ്യ പരിരക്ഷയ്ക്കാണ്. സൃഷ്ടാവിനോടൊപ്പം ഏദനിലായിരിക്കുന്ന അവസ്ഥ, ദീർഘനിശ്വാസങ്ങളും സങ്കടങ്ങളും ഇറക്കി പുതുക്കത്തിൻ്റെ ദിനം ആരംഭിക്കുവാൻ. ഏദനിൽ ദൈവത്തോടൊപ്പമായിരുന്നുവല്ലോ. ഒരു റീചാർജിങ്ങിൻ്റെ ദിവസമാണെന്ന്. ഇന്നലെ ചേലാകർമ്മ പെരുന്നാളായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ മുന്നമേ. ദൈവത്തിന് മനുഷ്യൻ്റെ പാപം പോക്കാൻ മനുഷ്യാവതാരവും കഷ്ടപ്പാടും വേണമായിരുന്നു. പക്ഷേ മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കേണ്ടിയിരുന്നു. ചേലാകർമ്മം തന്നെ ആ നിയമത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കി തരുവാനായിരുന്നു. മാമോദീസ എഴുന്നള്ളിയപ്പോൾ യോഹന്നാൻ ചോദിക്കുന്നുണ്ട്, നിന്നിൽ നിന്ന് സ്നാനം ഏൽക്കേണ്ടവൻ ഞാനാണ്. കർത്താവ് പറയുന്നു, സകലവും നിവർത്തിക്കേണ്ടിയിരിക്കുന്നു, ഇപ്പോൾ സമ്മതിക്കാം. 12-ാം വയസ്സിൽ പണ്ഡിത സദസ്സിനോട് വിജയകരമായ സംവാദം നടത്തുമ്പോഴാണ് മാതാവ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവൻ അവർക്ക് കീഴടങ്ങി പാർത്തുവെന്ന് എവങ്കലിസ്റ്റന്മാർ രേഖപ്പെടുത്തുന്നു. ഇന്നലത്തെ എവങ്കലിയൻ വായന വിശുദ്ധ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ നിന്നാണ്. അവിടെ നാം വായിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുക. ആ അധ്യായത്തിൽ തുടക്കത്തിൽ വീണ്ടും കാണുന്നു ഫലം കായ്ക്കാത്ത കൊമ്പുകളുടെയും ഉണങ്ങിയതിൻ്റെയും കാര്യം. അവയെ വെട്ടി തീയിലിടുമെന്നും പറയുന്നു. ഏൽപ്പിക്കപ്പെട്ട ചുമതല നിർവഹിക്കായിക നിയമലംഘനത്തിൽപ്പെടും. അലസതയും അഹങ്കാരവും മടിയും ഉദാസീനതയും അതിന് കാരണം. അവരും ഫലം കായ്ക്കാത്തവരും ഉണങ്ങിയവരുമാണ്. കൃഷിക്കാരൻ്റെ നിയമം അത് വെട്ടിക്കളയുക എന്നാണ്. 2020 നമുക്ക് ദൈവാത്മാവിൽ പുതുക്കത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആകാം. പ്രാർത്ഥിക്കാം. ദൈവമേ, പുതിയ വർഷം ആരംഭിച്ചിരിക്കുന്നു. സമൂഹത്തിന് കൊള്ളാവുന്നവരായി തികഞ്ഞവരായി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ കുറേ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ.